നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 43. ജയ്യെ ആശ്വസിപ്പിച്ചതിന് ശേഷം അഖിൽ സൂപ്പർ മാർക്കറ്റിലേക്ക്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയ ജയ് ലീവെടുത്ത് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയിട്ടും തൻ്റെ നെഞ്ചിൽ അവൾ പറഞ്ഞു തീർത്ത വാക്കുകൾ കൊണ്ടുണ്ടായ വേദന മറയ്ക്കാൻ ജയ്ക്ക് സാധിച്ചില്ല. വാടിയ മുഖമായി തളർന്നിരിക്കുന്ന ജയ്യെ കണ്ട് അമ്മ ചോദിച്ചു, എടാ എന്തു പറ്റി? നീ എന്താ പെട്ടെന്നിങ്ങ് പോന്നേ? അത് എനിക്ക് ചെറിയൊരു തലവേദന, അതാ. ആണോ? ഞാൻ ചായ ഉണ്ടാക്കി തരട്ടെ? ചായ മറ്റത്താ, എനിക്ക് നല്ല തലവേദന ഉണ്ട്. ശരി. അമ്മ ജയ്ക്ക് ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക്. ജയ്യുടെ മനസ്സ് അപ്പോഴും പുകയായിരുന്നു. മീനു പറഞ്ഞ വാക്കുകൾ, ആ അപമാനം, അത് ജയ്യെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അവൾ എന്തിനായിരിക്കും തന്നോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്നത്? ഇത്രത്തോളം തന്നെ അപമാനിക്കാൻ മാത്രം താൻ എന്ത് തെറ്റ് ചെയ്തു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ജയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലായിരുന്നു. ആ സമയത്താണ് ജയ്യെ തേടി ഒരു ഫോൺ കോൾ. അപ്രതീക്ഷിതമായ ആ ഫോൺ കോൾ മീനുവിൻ്റെ ഏട്ടൻ്റേതായിരുന്നു. ജയ് വേദനയോടെ ആണെങ്കിലും അത് മറച്ചു വെച്ചു ഫോൺ എടുത്തു. ഹലോ. ഹലോ, എന്താ ഏട്ടാ? തൻ്റെ ഉള്ളിലെ സങ്കടം അടക്കിപ്പിടിച്ച് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജയ് ചോദിച്ചു. ഡാ, മീനു നിന്നെ വിളിച്ചായിരുന്നോ ഫംഗ്ഷന്? ഫോൺ എടുത്തപാടെ വല്യേട്ടൻ്റെ ചോദ്യം അതായിരുന്നു. അപ്പോൾ വല്യേട്ടൻ പറഞ്ഞിട്ടാണോ എന്നെ വിളിപ്പിച്ചത്? അപ്പം അതായിരുന്നല്ലേ കാര്യം. അല്ല, അവളിനി വിളിക്കാൻ മറന്നെങ്കിൽ ഞാൻ വിളിക്കണമല്ലോ എന്നോർത്ത് ഞാൻ വിളിച്ചതാടാ, അല്ലാതെ ഞാനെന്തിനാ അവളോട് പറയുന്നത്? ഏയ്, നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിങ് അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? വല്യേട്ടൻ ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചു. അവൾ പറഞ്ഞായിരുന്നു കേട്ടോ. എന്തായാലും നീ ഫംഗ്ഷന് വരണം, ഓക്കെ? ഇതിപ്പോൾ നിൻ്റെ ഐഡിയ ആണെന്ന് എനിക്ക് നിനക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എന്തായാലും നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. കുടുംബത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ടാണ് ഒരു ഒത്തുചേരൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ആഘോഷിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെക്കാമെന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയുടെ മനസ്സിലും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്ന് നമുക്കിപ്പോഴല്ലേ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അത് ഗംഭീരമായിട്ട് നടത്തി കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അതങ്ങനെ തന്നെ വേണം കേട്ടോ. നമുക്ക് അവരല്ലേ ഉള്ളൂ. അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. നീ നല്ലൊരു മകനാണെന്ന് നീ തെളിയിച്ചിട്ടുണ്ട്. നല്ലൊരു മരുമകനാണെന്ന് എൻ്റെ അമ്മയിലൂടെ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഈ അച്ഛനമ്മമാരുടെ സന്തോഷം അത് മക്കളായ നമ്മൾ അറിഞ്ഞ് നൽകേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വല്ലേട്ടാ. നിങ്ങളെപ്പോലെ ഒരു വലിയ ആർഭാടകരമായ ജീവിതമൊന്നും ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. പക്ഷെ ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ് എൻ്റെ പപ്പയുടെയും അമ്മയുടെ സന്തോഷത്തിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം. എത്ര പൈസ ഇല്ലെങ്കിലും കയ്യിലൊന്നുമില്ലാത്ത സമയത്താണെങ്കിൽ പോലും മാസത്തിലൊരു തവണ മുടങ്ങാതെ ഞാൻ അവരെയും കൊണ്ട് ഒരു ദിവസം പുറത്തെവിടെയെങ്കിലും പോയി ചിലവഴിക്കാറുണ്ട്. ഇത് ഒരുപാട് മാസങ്ങളായി, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. കാരണം ഈ ലോകത്ത് അവരുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രം തീരുന്നതാണ്. നമ്മളെക്കുറിച്ചുള്ള വേവലാതി, നമ്മളെക്കുറിച്ചുള്ള ആദി, നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അതിനപ്പുറത്തേക്ക് നമ്മുടെ അച്ഛനമ്മമാർക്ക് വേറെ ഒന്നുമില്ല വല്ലേട്ടാ. അവരുടെ ലോകം അത് മാത്രമാണ്. അവരുടെ ആ ഒരു ലോകത്തിൽ ആ ഒരു സന്തോഷം അത് മാത്രമാവുമ്പോൾ നമ്മളിടയ്ക്കെങ്കിലും അവരുടെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അവരുടെ ഉള്ളിൽ അവരുടേതായ ഒരുപാട് ആഗ്രഹങ്ങൾ അവർ മൂടി വയ്ക്കുന്നുണ്ടാവും. ഇടയ്ക്കെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷമാവും. ഞാൻ ചെയ്യാറുള്ളത്, കൂടുതലായിട്ടും ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മാസത്തിലൊരു തവണ വൈകുന്നേരം ആകുമ്പോൾ ഒന്നിറങ്ങും ബീച്ചിലോട്ട്. ഏതെങ്കിലും അടുത്തുള്ളൊരു ബീച്ചിൽ വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കും. കൂടിപ്പോയാൽ എന്താ പറയുക, കുറച്ച് തിരയെണ്ണാം, കടൽ കാറ്റിൻ്റെ
സുഗന്ധം ആസ്വദിക്കാം എന്നൊക്കെ പറയില്ലേ നമ്മൾ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ആ കാറ്റും കൊണ്ട് ആ കടൽക്കരയിലുള്ളൊരു നടത്തം, കുറച്ച് നേരം ഒരുമിച്ചുള്ള ഒരു സംസാരം, പിന്നെ എതിരെ വന്ന ആ കപ്പലണ്ടി ഒന്ന് കുറിക്കുക. അത്രയേ ഉള്ളൂ. അതുകൂടിയാകുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാവും. നമ്മുടെ മനസ്സും ഭയങ്കര ഹാപ്പിയാവും. അത് കഴിഞ്ഞ് ഉള്ളൊരു ചെറിയ ബഡ്ജറ്റും കൊണ്ട് രാത്രി വരുമ്പോൾ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ നിന്ന് ഒരു ഫുഡ് അതും കഴിച്ച് പോരും. ഞാൻ മിനിമം ഇത്രയെങ്കിലും മാസത്തിലൊരു തവണ ചെയ്യാറുണ്ട്. ഇത് കഴിയുന്നതും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇടയ്ക്കെങ്കിലും മുടങ്ങാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ എനിക്കറിയാം, വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒരു മാസത്തിൽ ഒരു തവണ ഞാനിങ്ങനെ ചെയ്യുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മുടെ പാരൻസിനെ. ജയ് വളരെ വിശദീകരിച്ച് പറഞ്ഞു തുടങ്ങിയെന്ന് വല്യേട്ടന് തോന്നി. അവൻ്റെ വാക്കുകൾ കേട്ടതോടെ വല്യേട്ടന് അവനോടുള്ള മതിപ്പും ബഹുമാനവും തോന്നി. തങ്ങളെല്ലാം പണത്തിൻ്റെ പുറകെയും വീണ്ടും വീണ്ടും ആർഭാടകരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയും ഭാവി സുരക്ഷിതമാക്കണമെന്നുള്ള ചിന്തയിലും ഓടുമ്പോൾ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയ അമ്മയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അമ്മയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ സമയം കണ്ടെത്തിയില്ല. കെട്ടിപ്പടുത്തുന്ന ബിസിനസ്സിനല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടായില്ല. തൻ്റെ അമ്മയുടെ ഉള്ളിൽ ഒരുപാട് വർഷങ്ങളായി തൻ്റെ പിറന്നാൾ പോലും ആഘോഷിക്കുന്നില്ല എന്നൊരു സങ്കടമുണ്ടെന്ന് പോലും അറിഞ്ഞത് മരുമകൻ വീട്ടിലെത്തിയപ്പോഴാണ്. അമ്മ അത് തുറന്നു പറഞ്ഞത് അവനോടാണ്. എന്തുകൊണ്ടാണ് ആ കാര്യം അവനോട് അമ്മ തുറന്നു പറഞ്ഞതെന്ന് ഇപ്പോൾ വല്യേട്ടന് മനസ്സിലായി. കാരണം അവൻ നല്ലൊരു മകനാണ്. അത് അമ്മയ്ക്ക് തോന്നിക്കാണും. അതാണ് മക്കളോടായ ഞങ്ങളോട് മറച്ചുവെച്ച ആ സത്യം മരുമകനോട് അമ്മ വെളിപ്പെടുത്തിയത്. വല്യേട്ടൻ അധികമൊന്നും സംസാരിക്കാതെ ജയ്യെക്കുറിച്ചുള്ള ചിന്തയിലങ്ങ് മുഴങ്ങിപ്പോയി. ഏട്ടാ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? പെട്ടെന്ന് ചിന്തയിൽ ഉണർത്തിക്കൊണ്ട് ജയ് ചോദിച്ചു. ആ, കേൾക്കുന്നുണ്ടെടാ, കേൾക്കുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാ എന്ന് ഞാൻ ഓർത്തതാ. "ഹ, ആണല്ലേ? അതേടാ, ഞാനെപ്പോഴും ബിസിനസ്സിൻ്റെ പുറകെയാവും. പിന്നെ വിളിച്ചെല്ലാവരുടെയും സുഖവിവരം അന്വേഷിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. അതിനും അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം എന്തോ ഞാൻ ഒരുപാട് വർഷങ്ങളായി ശ്രദ്ധിക്കാതെ പോകുന്നുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്." വല്യേട്ടൻ അല്പം വേദനയോടെ തന്നെ പറഞ്ഞു. എൻ്റെ അമ്മയുടെ ഉള്ളിൽ ഇതുപോലൊരാഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു മരുമകൻ വരേണ്ടി വന്നു എന്നൊരു ചെറിയ സങ്കടമുണ്ട് എൻ്റെ ഉള്ളിൽ. അയ്യോ വല്യേട്ടാ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ പ്ലീസ്. അമ്മ എന്നെ സ്വന്തം മോനെ പോലെ കാണുന്നത്, അതുകൊണ്ട് എന്നോട് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ വല്യേട്ടൻ പറഞ്ഞില്ലേ, വല്യേട്ടൻ്റെ എപ്പോഴും തിരക്കല്ലേ, അമ്മയുടെ അടുത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റാറില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അമ്മ എന്നോട് ഇക്കാര്യം പറഞ്ഞത്. കാരണം ഞാനും അമ്മയും ഒരുപാട് സംസാരിക്കും. ആഴ്ചയിലൊരിക്കൽ മാത്രമേ വീട്ടിൽ പോവുമെങ്കിലും അമ്മ എപ്പോഴും ഫോൺ വിളിക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല സംസാരമുണ്ട്. അങ്ങനെ സംസാരിച്ചതുകൊണ്ടാണ് അമ്മ ചിലപ്പോൾ മനസ്സിലുള്ളതൊക്കെ എന്നോട് പറയാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു. വല്യേട്ടന് തിരക്കാണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. എൻ്റെ കാര്യം അത്ര വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. ഉം. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ മക്കൾ മനസ്സിലാക്കാൻ പറ്റാതെ പോയ പലതും നീ മനസ്സിലാക്കിയല്ലോ. അതിലൊരുപാട് സന്തോഷമുണ്ട് എനിക്ക്. എന്തായാലും എനിക്കിപ്പോൾ അഭിമാനമുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ മരുമകനായിട്ട് അല്ല, മകനായിട്ട് ദൈവം തന്നതിന്. അന്ന് ആ വിവാഹത്തെ എതിർക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഞാനിന്ന് അതിൻ്റെ പേരിൽ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വന്നേനെ. അല്ലേടാ? അയ്യോ, എന്തൊക്കെയാ വല്യേട്ടാ ഈ പറയുന്നത്? ഇങ്ങനെയൊന്നും പറയല്ലേ. ഇത് ഇത്രയും ചെറിയൊരു കാര്യത്തെ ഇത്രയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോൾ എന്താ ഇത്രയൊക്കെ ചെയ്തത് അതിന് മാത്രം? അങ്ങനെയൊന്നും ഇല്ല വല്യേട്ടാ. വല്യേട്ടാ ഇമോഷണലൊന്നും ആവല്ലേ. ഏയ് ഇല്ലടാ. ആ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ എന്തിനാ വിളിച്ചതെന്നറിയാമോ നിനക്ക്? ആം, എന്താ വല്യേട്ടാ? അല്ല, നിനക്കെന്തെങ്കിലും സജഷൻ ഉണ്ടോ? ബർത്ത്ഡേക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയ്. നമുക്കതുപോലെ ചെയ്യാം. അമ്മയുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ അമ്മയെ ഞങ്ങളെക്കാൾ നന്നായി നിനക്കറിയാലോ. അപ്പോൾ പിന്നെ
അയ്യോ! അങ്ങനെയൊന്നുമില്ല വല്യേട്ടാ. ഞങ്ങളെ കുടുംബക്കാരെല്ലാവരെയും വിളിച്ച് ആർഭാടകരമായ ഒരു പാർട്ടി അതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അമ്മയുടെ മനസ്സിൽ അത്രയേ ഉണ്ടാവുള്ളൂ. അതായത് അച്ഛനുണ്ടായപ്പോൾ എങ്ങനെയാണോ അത് ആഘോഷിച്ചത്, അതുപോലെ ആഘോഷിക്കാൻ പറ്റണം. അത്രയേ ഉള്ളൂ. എനിക്കങ്ങനെയാ തോന്നിയത്. അച്ഛനുണ്ടാവുമ്പോൾ അങ്ങനെയാണ് ആഘോഷിച്ചതെന്ന് അമ്മയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉം. അപ്പോൾ അത്രയും മതിയല്ലേ? മതി കേട്ടോ. അത്രയും മതി. പിന്നെ നേരത്തെ എത്തിയേക്കണം. പിന്നെന്താ? നേരത്തെ എത്തിക്കോളാം. ആ എന്നാ ശരി. അപ്പോൾ ഞാൻ ഫോൺ വെക്കട്ടെ? ശരി. വെച്ചോ കേട്ടോ. ബൈ. അപ്പോൾ പിന്നെ നമുക്ക് 16-ാം തീയതി കാണാം. ഓക്കെടാ. 16-ാം തീയതി കാണാം. വല്യേട്ടൻ ഫോൺ കട്ട് ചെയ്തു. മീനു നൽകിയ മനസ്സിലെ വേദനയുടെ മുറിവുണക്കാൻ വല്യേട്ടൻ്റെ വാക്കുകൾ ജയ്ക്ക് മതിയായിരുന്നു. ഒരു കൈ കൊണ്ട് അവൾ തന്നെ അപമാനത്തിൻ്റെ പടുകുഴിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിയപ്പോൾ മറുകൈ കൊണ്ട് ദൈവം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അങ്ങ് കൊട്ടാരത്തിലേക്ക് എത്തിച്ചതുപോലെ ജയ്ക്ക് തോന്നി. അഭിമാനത്തിൻ്റെ കൊടുമുടിയിൽ വല്യേട്ടൻ്റെ വാക്കുകൾ ജയ്യെ കൊണ്ടെത്തിച്ചു. അപമാനവും അഭിമാനവും ഒരേ നിമിഷം കിട്ടിയതിൻ്റെ ഒരു ഫീൽ അതായിരുന്നു ജയുടെ മനസ്സിൽ. ഈ ഭാഗം ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്.